തിരുവനന്തപുരത്തിന് കിഴക്ക് കുറ്റിച്ചലിന് സമീപം മിഷണറി പ്രവർത്തകനായി സേവനം ചെയ്യുന്ന പാസ്റ്റർ ബോവസ് സത്യദൈവത്തെ അറിഞ്ഞ വഴികൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി പ്രവർത്തന മേഖലകളിൽ ആർജവത്തോടെ വിപ്ലവ ചിന്തകളുടെ പ്രചാരകനായി മാറിയ കാലത്തെ മാറ്റിമറിച്ച ആത്മീക അനുഭവമാണ് ഈ മിഷണറി പ്രവർത്തകനുള്ളത്. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ അനേക വ്യക്തികൾ യേശുവിൻ്റെ സുവിശേഷം അറിയാൻ കാരണമാകുന്നു. എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് 1969 ഞാൻ ഹൈ റേഞ്ച് പ്രദേശത്തിലേക്ക് കടന്നു പോകാനിടയായി. 1983 വരെയും ഞാൻ യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തെ സേവിക്കുവാനോ കഴിയാത്തൊരു അനുഭവത്തിൽ എൻ്റെ ജീവിതമായിരുന്നു. അവിടെ വെച്ച് ഞാൻ അന്യദേവന്മാരെ സേവിക്കുവാനും അത് മുഖാന്തരമായി 1980-81 കാലഘട്ടത്തിൽ ഞാൻ 2 വർഷക്കാലം നോയമ്പെടുത്ത് 21 ദിവസത്തെ നോയമ്പെടുത്തുകൊണ്ട് എൻ്റെ നാവിൽ വലിയ ശൂലം കുത്തി ചെണ്ടമേളത്തിൽ കളിച്ചവനായിരുന്നു. അതുപോലെ അത് വൃശ്ചികമാസം 1-ാം തീയതി മുതൽ മകരവിളക്ക് വരെയും പന ടീമിൻ്റെ അംഗമായിരുന്നു ക്ഷേത്രങ്ങളിലും കെട്ടുമുറുക്ക് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും പോയി പനക്കാരോട് ഒരുമിച്ച് അവതാരങ്ങളെക്കുറിച്ച് പാടുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. എന്നാൽ 83 ഞാൻ എൻ്റെ വ്യക്തിപരമായുള്ള ജീവിതം വിട്ട് സ്വന്തം നാട്ടിൽ വരികയും 83 അവസാനത്തിൽ ഞാനൊരു ദൈവഭക്തനെ വിവാഹം കഴിപ്പാനിടയായി. എങ്കിലും ഞാൻ ദൈവഭക്തനായി മാറാൻ ഇടയായില്ല. 84 ഞാൻ ദൈവഭക്തനായി തീരുമാനം ഇടയാകുന്നത്. എൻ്റെ 83 വിവാഹം കഴിഞ്ഞുവെങ്കിലും 86-ാമത്തെ വർഷം എൻ്റെ 2ാമത്തെ കുഞ്ഞിന് എൻ്റെ ഭാര്യ 2 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് ചുറ്റും നിൽക്കുന്ന എല്ലാവരും കരുതുകയും അങ്ങനെ സംഭവിച്ചെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ എല്ലാവരും പുരുഷന്മാരെല്ലാം ഇറങ്ങിപ്പോവുകയും സ്ത്രീകളെല്ലാം വാവിട്ട് നിലവിളിക്കുകയും തുണി മൂടുകയും ചെയ്യുന്ന ഒരു അനുഭവഘട്ടം അന്നുണ്ടായിരുന്നു. അന്നെൻ്റെ ഭാര്യ എൻ്റെ മകന് 2 മാസം ഗർഭിണിയായിരുന്നു. ആ കാലഘട്ടത്തിൽ മരിച്ചു എന്ന് പേര് കേട്ട എന്നെ ഒരു കൂട്ടം ദൈവമക്കൾ കടന്നു വന്ന് ആ സമയത്ത് പ്രാർത്ഥിച്ചു എന്നും ഞാൻ പെട്ടെന്ന് എൻ്റെ മൂടിയിരുന്ന വസ്ത്രത്തിൻ്റെ നെഞ്ചുഭാഗം തുടിക്കുകയും അത് മുഖാന്തരം തുണിയെടുത്ത് വെള്ളം തരികയും ഞാനൊരു ജീവൻ പ്രാപിച്ചതുപോലെ വീണ്ടും ജീവിപ്പാനിടയായി. അന്ന് ഞാൻ തീരുമാനമെടുത്തു, എൻ്റെ യേശുവിനെ മാത്രം ഞാൻ ഇനി ആരാധിക്കുകയുള്ളൂ, മറ്റൊരു നാമം എൻ്റെ നാവിലെടുക്കുകയില്ല, മറ്റൊരു ദേവന്മാരെ സേവിക്കുകയില്ല എന്ന് തീരുമാനമെടുത്ത് ദൈവത്തോട് പറവാനിടയായി. അതിനുശേഷമായി ഞാൻ ദൈവഭക്തനായി തീർന്നു. എന്നാൽ അതെ എൻ്റെ മോനെ കാണുകയില്ല എന്ന് എൻ്റെ നേരെ വെല്ലുവിളിച്ചതായ ആ വെല്ലുവിളിക്ക് പകരമായി ഇന്ന് മോനെ മാത്രമല്ല മോൻ്റെ 2 കുഞ്ഞുങ്ങളെയും കാണുവാനും അവരെ താലോലിക്കുവാനുമുള്ള ഭാഗ്യം സർവശക്തിയുള്ള ദൈവം എനിക്ക് തരുവാനിടയായി. അപ്പോൾ കർത്താവിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടും എന്ന് ദൈവം കണ്ടതുകൊണ്ടാണ് ഈ അനുഗ്രഹം എനിക്ക് തരുവാനിടയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷമായി 1995 ഞാൻ കർത്താവിനെ പൂർണ്ണമായി സേവിപ്പാനായി ഇറങ്ങിത്തിരിച്ചു. സ്തുതി. ഈ ദേശത്ത് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ കുറ്റിച്ചൽ ഈ ദേശത്ത് വരുവാൻ ഇടയായി. അന്ന് ഇവിടെ കറണ്ടൊന്നും ആയിട്ടില്ല, റോഡായിട്ടില്ല. ഇവിടെ വെറും സാധാരണ പുല്ലുമേഞ്ഞ വീടുകളും ഓലമേഞ്ഞ വീടുകളുമായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇവിടെ വന്ന് പ്രവർത്തിച്ച് ഇപ്പോൾ 30-ാമത്തെ വർഷമാണ് ഈ ദേശത്ത് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. ഇപ്പോൾ അനേക പ്രിയപ്പെട്ടവരെ ദൈവത്തിലേക്ക് അനയിക്കുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് പുനർജന്മം തരുവാൻ ഇടയാക്കിയ ആ ദൈവം ഞാനിപ്പോൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. 69 മുതൽ 83 വരെ ഞാൻ ദൈവമില്ലാത്തവനായി, ദൈവത്തെ സേവിക്കാത്തവനായി
ദൈവത്തെ ആരാധിക്കാത്തവനായി ഞാൻ ജീവിച്ചൊരു കാലഘട്ടത്തിൽ, എൻ്റെ ആ ജീവിതത്തിൽ ഞാൻ എൻ്റെ നാവിൽ ശൂലം കുത്തി നടന്ന കാലഘട്ടങ്ങളിലും എൻ്റെ അന്യദൈവന്മാരെ സേവിച്ച കാലഘട്ടത്തിലും മറ്റൊരു സംഭവം കൂടി ഉണ്ടായത് ഞാൻ ഓർപ്പിക്കുന്നു. ഒരു 3.5 വർഷം വരെ കാർൽ മാർക്സും ഏംഗൽസും ലെനിനും വിഭാവനം ചെയ്ത യഥാർത്ഥമായ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിപ്പാൻ എനിക്കിടയായി. ആ യഥാർത്ഥമായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നത് ആൾക്കാരൊക്കെ പറയുന്നത് നക്സൽബരി എന്നാണ്. ഏതായാലും ഞാൻ അതിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് യഥാർത്ഥമായി 3.5 വർഷക്കാലം ജീവിപ്പാനുള്ള ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. 1983 അതെ, ഞാൻ അവിടെ നിന്ന് നാട്ടിൽ വന്നിട്ട് ശേഷമായിട്ട് പിന്നീട് അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളാണ്. അതെ, ഇങ്ങനെ ഞാൻ അന്യദൈവങ്ങളെ സേവിക്കുക മാത്രമല്ല, ഒരു യഥാർത്ഥമായ കമ്മ്യൂണിസ്റ്റുകാരനായി നക്സൽബാരിയിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭവമെല്ലാം 3.5 വർഷക്കാലം എനിക്കുണ്ടായി. ഞാനൊരു കാര്യം ഇത് ഓർപ്പിക്കുന്നത്, ഈ കർത്താവിനെ ഞാൻ അറിയാതെ കടന്ന കാലത്തായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് പോകുമായിരുന്നു. ഈ ഭൂമിയിൽ ഞാനും ഒന്നുമല്ലായിരുന്നു, മരിച്ചു പോകുമെന്ന് കരുതി തുണി വലിച്ച് മൂടിയ എന്നെ പുനർജന്മം തന്ന് ഈ ഭൂമി നിർത്തി ഈ ദേശത്ത് വന്ന് 30 വർഷക്കാലം കർത്താവിനെ സേവിപ്പാനുള്ള ഭാഗ്യം എനിക്ക് നൽകുകയും അനേക കുടുംബങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ വിടുതൽ കാണുകയും അവരുടെ നന്മ അനുഭവിക്കുകയും ചെയ്യുന്നത് എനിക്ക് കാണുവാനും അത് അനുഭവിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം ഭാഗ്യം നൽകുവാനിടയായി. തിരുമല ഭാഗത്ത് ഓമന എന്നൊരു വിധവ, ഭർത്താവ് മരിച്ച് 2 ആൺകുഞ്ഞുങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആ വിധവയ്ക്ക് നല്ലൊരു ഭവനമില്ലായിരുന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെട്ട ആ സഹോദരിക്ക് ഒടുവിൽ അവസാനം ഞങ്ങൾ പോയി പ്രാർത്ഥിച്ച് ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷമായി. ഒടുവിൽ അവസാനം ഈ അടുത്ത നാളിൽ ഞാൻ കാണുമ്പോൾ വലിയ സന്തോഷത്തോടെ അമ്മയും മക്കളും ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ കാണുവാനിടയായി. ആ പഠിക്കാൻ SLC കഴിഞ്ഞ് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞിനെ, മൂത്ത കുഞ്ഞിനെ ബയോ കോളേജിൽ വിട്ട് ഹരിയാനയിൽ വിട്ട് പഠിപ്പിച്ച് ഇപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുവാനും, രണ്ടാമത്തവൻ വിവാഹം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളുമായി അവൻ ഒരു കാറിൽ നിൽക്കുന്നതും മാത്രമല്ല, ആ വിധവയായിരുന്ന ആ കരഞ്ഞ് കണ്ണീരൊഴുക്കിയ വിധവയുടെ പ്രാർത്ഥന മുഖാന്തരമായി കർത്താവ് ആ സ്ത്രീക്ക് സെക്രട്ടറി ജോലി നൽകി ആ സ്ത്രീയെ മാനിച്ച് ഇന്ന് ആ സ്ഥാനത്ത് നല്ല മനോഹരമായ ഒരു ബിൽഡിങ് പണിയുവാൻ ദൈവം വഴിയൊരുക്കി. അനേക പ്രിയപ്പെട്ട വസ്തു ഇല്ലാത്തവർക്ക് വസ്തു നൽകുവാൻ, അതെ, ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകുവാൻ, പിരിഞ്ഞുപോയ കുടുംബങ്ങളെ, ദമ്പതികളെ ഒരുമിച്ച് പാർപ്പിക്കുവാൻ, മാരകമായ രോഗികളായിരുന്നവരെ ദൈവം വിടിവിക്കുന്നത്, അവിടെ സൗഖ്യം പ്രാപിക്കുന്ന, സന്തോഷം പ്രാപിക്കുന്നതൊക്കെ എൻ്റെ കണ്ണാൽ കാണുവാൻ ദൈവം ഇടയാക്കി തീർത്തു. മാത്രമല്ല, ഞങ്ങളുടെയും ജീവിതത്തിൽ ദിനം പ്രതി ദൈവം അനേക അത്ഭുതങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. അതെ, കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, അനേക പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന വിടുതലുകൾ, സന്തോഷങ്ങൾ, ആമേൻ, ഞാൻ ഓർക്കുമ്പോൾ കർത്താവിനെ അധികമായി ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇപ്പോൾ എനിക്ക് ആമേൻ 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത കുഞ്ഞും രണ്ടാമത്തെ കുഞ്ഞും, 2 പേർക്കും അതെ 4 പിൻതലമുറകളെ ദൈവം ദാനമായി കൊടുത്തു. അവരുമായി എൻ്റെ കൂടെ ആരാധിക്കുന്ന ദൈവമക്കൾ, അവരുമായിട്ട് സന്തോഷിപ്പാനുള്ള കൃപ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. അനേക ജീവിതങ്ങൾ വിഷമിച്ച് ഭാരപ്പെടുന്ന, നിരാശപ്പെടുന്നവർക്ക് നിരാശ മാറ്റുവാൻ കർത്താവിൻ്റെ പ്രാർത്ഥന ഇന്നും അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഘട്ടത്തിൽ കഴിയുന്നവരെ വിത്യരിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ബന്ധനങ്ങളിൽ കുടുങ്ങിയവരെ ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ ദിവസവും ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ, നന്മകളെ, ദാനങ്ങളെ മറന്നുപോകാതെ അന്ത്യം വരെയും ഈ കർത്താവിനെ സേവിച്ചും സ്നേഹിച്ചും ജീവിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. എന്നാൽ ദൈവമായ കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ തരുന്ന ആയുസ്സും ആരോഗ്യവും കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ആരുണ്ടോ അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് വൻകാര്യങ്ങളെ പ്രവർത്തിക്കുമെന്നും എനിക്ക് അനുഭവത്തിൽ പറയാൻ കഴിയും. ഞങ്ങൾക്ക് ഈ ദേശത്ത്, ഞങ്ങൾ സുവിശേഷമായി വരുമ്പോൾ ഈ ദേശത്ത് സ്ഥലമില്ലായിരുന്നു, ചർച്ചില്ലായിരുന്നു. 6 വർഷം വരെ 2 വീടുകളിലും 2 സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയി തന്ന് അവിടെ ഷെഡ് വെച്ചും ആരാധിച്ച് 6ാമത്തെ വർഷത്തിലാണ് ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലം കിട്ടുവാനും ഈ ആലയം പണിയുവാൻ ഇടയായത്. ഈ ആലയം പണിത് അത് പൂർത്തീകരിച്ച് വരുന്നതിന് മുമ്പ്
അതിൻ്റെ കെട്ടുമട്ടമായിരിക്കുമ്പോൾ, ഇത് വാർക്കുവാൻ വഴിയില്ലാതെ മുഖാന്തിരിക്കുമ്പോൾ, ആമേൻ, അമ്പൂരിക്കടുത്ത് അണമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് അരുണെന്ന് പറയുന്ന സഹോദരൻ മരണാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു അനുഭവം എൻ്റെ ചെവി കേൾക്കുവാനിടയായി. ആ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു, പക്ഷേ ഇവിടെ ഒന്ന് വരാവോ, ഞങ്ങളുടെ സഹോദരന് ഇങ്ങനെ ഒരു അവസ്ഥയാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ കൈവിട്ടു, വൈദ്യന്മാർ കൈവിട്ടു, അവനൊരു വിടുതലില്ല, അവൻ്റെ മരണാവസ്ഥയാണ്, പാസ്റ്റർ ഒന്ന് വരാമെന്ന് ചോദിച്ച് ഞങ്ങളവിടെ പോയി പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവം അവൻ്റെ മരണാവസ്ഥയ്ക്ക് സംഹാരൻ്റെ കയ്യിൽ നിന്ന് അവനെ വിടിയിപ്പാൻ ദൈവം ഇടയാക്കി. കാരണം മരണത്തെയും പാതാളത്തെയും അതേ ജയിച്ച് ജയഭരമടക്കി സ്വർഗത്തിൽ ജീവിക്കുന്ന യേശുവിന് സംഹാരനെ മാറ്റുവാൻ അധികാരമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. 68-ാം സംഖ്യ 20-ാം വാക്യം വായിക്കുമ്പോൾ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവമെന്നും മരണത്തിൻ്റെ നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതെന്നും എഴുതിയിരിക്കുന്ന വനം നിവൃത്തിയാക്കത്തക്കവണ്ണം ആ അരുണിനെ ഞങ്ങളുടെ പ്രാർത്ഥന സൗഖ്യമാക്കി അവനെ വിടുവിച്ചപ്പോൾ അവന് ഇങ്ങനെ പറവാണ്ട്, എനിക്ക് ഒരു 24 സെൻറ്റ് സ്ഥലമുണ്ട്, ആ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ദശാംശം നിങ്ങൾ ചർച്ചിന് വേണ്ടി തരാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങ് പ്രാർത്ഥിച്ച് വിറ്റു. 3-ാമത്തെ മാസം വിൽക്കുവാനിടയായി. അന്ന് ലഭിച്ച 1 ലക്ഷം രൂപയാണ് ഈ ഞങ്ങളുടെ ചർച്ച് വാർക്കുവാൻ ദൈവം വഴിയൊരുക്കുവാനിടയായത്. ഞാൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം, അത് ആ സമയത്ത് ഹോസ്പിറ്റലിൽ അല്ല എന്നെ കൊണ്ടുപോയത്, ഒരു വൈദ്യനാണ് വിളിക്കാനിടയായി. വൈദ്യനെ വിളിച്ച് വൈദ്യൻ അവസാനമായി നല്ലൊരു വൈദ്യനാണ്. ആ വൈദ്യൻ എനിക്ക് വേണ്ടി ഒരു കഷായം അടുപ്പിൽ വെക്കാൻ പറഞ്ഞു. അവിടെ നിന്ന സഹോദരിമാർ ആ കഷായം അടുപ്പിൽ വെച്ച് തീയിട്ടു. തീ കത്തിക്കൊണ്ടിരുന്നു. എന്നാൽ എനിക്ക് മരണാവസ്ഥയായപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം, മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഏതു മനുഷ്യനെയും മരണം പിടിക്കുന്നത്. ഞാൻ കിടക്കയിൽ തന്നെ പെട്ടെന്ന് ഒരു ശവപ്പെട്ടി കൊണ്ടുവന്ന് എൻ്റെ അടുക്കൽ വയ്ക്കുന്നത് ആദ്യം കണ്ടു. അല്പസമയം കഴിയുമ്പോൾ എൻ്റെ ഉള്ളംകാൽ മുതൽ ഐസ് ഇങ്ങനെ കയറി എൻ്റെ നെഞ്ചിൻ്റെ ഈ ഭാഗത്തോട്ട് എത്തുമ്പോൾ ഞാൻ അറിയാതെ 2 കൈയും ഞാൻ ഒതുങ്ങുന്നതും എൻ്റെ കാലൊക്കെ ഒതുങ്ങി സ്റ്റഡിയാകുന്നതും മരണമാണെന്ന് എനിക്ക് ബോധ്യം വരുന്നതുമായ ഒരു അനുഭവം എനിക്ക് അപ്പോൾ വെളിപ്പെട്ടു. എന്നാൽ ആ സമയത്ത് അടുക്കൽ നിന്ന് വൈദ്യർ പറഞ്ഞു, പെട്ടെന്ന് പോയി കഷായം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ കഷായം എടുക്കുവാനായിട്ട് ആൾക്കാർ ചെല്ലുമ്പോൾ ആ കഷായത്തിൻ്റെ ചട്ടിയിൽ തീ ആളിക്കത്തി നിൽക്കുന്നത് ഒരു കണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെയാണ് വൈദ്യന്മാരുടെ വൈദ്യശാസ്ത്രം അനുസരിച്ച് കഷായച്ചട്ടിയിൽ തീ പിടിച്ചാൽ ആൾ മരിച്ചു എന്ന ആ നിഗമനത്തിൽ അവിടെ നിന്ന് തന്നെ എല്ലാവരും കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുവാനിടയായത്. എന്നാൽ ആ സമയത്ത് മരണത്തിൻ്റെ നീക്കുപോക്ക് നൽകുവാൻ അധികാരമുള്ളവനായ ദൈവം മരണത്തിൽ നിന്ന് ഉയർത്തെന്നിട്ട് സ്വർഗത്തിൽ എന്നേക്കും ജീവിക്കുന്ന ഈ യേശു എന്നെ വിടിവിപ്പാനായി ഇറങ്ങി വന്നു. എന്നെ അതിൽ നിന്ന് വിടിവിച്ചു. എന്നെ ആ പുനർജന്മം തന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയപ്പെട്ടതായ വിഷയങ്ങളൊക്കെ എന്നിൽ കൂടി ദൈവം പ്രവർത്തിപ്പാൻ ഇടയാകുന്നതെന്ന് ഞാനിപ്പോൾ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് ദൈവമായ കർത്താവ് ഞാൻ ഒരു പാപികളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പാപിയായിരുന്നു എന്നതും സത്യമായി അറിയാം. എൻ്റെ ജീവിതത്തിലെ ഒരിക്കൽ എൻ്റെ മാതാപിതാക്കന്മാർ ആരാധിച്ചുകൊണ്ടിരുന്ന ദേവാലയത്തിൽ പോയി. ആ ദേവാലയത്തിൽ മദ്യപിച്ച് എൻ്റെ അരയിൽ കടാര എന്ന കത്തിയും വെച്ചുകൊണ്ട് അതിനകത്ത് പോയി ഞാൻ ബഹളം വയ്ക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തോട് യൗവന പ്രായത്തിലുണ്ടായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ ആ യേശു എന്നെ സ്നേഹിച്ചതുകൊണ്ട് അവരാരും ഒന്നും എന്നെ പ്രതികരിക്കുകയോ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുകയോ ചെയ്യാതെ എന്നെ മടക്കി വിടുവാനിടയായി. ആ ദേവാലയത്തെ അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കരം മുഷ്ടി ചുരുട്ടി 3 പ്രാവശ്യം ഞാൻ ആ ഭിത്തിയിൽ ഇടിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ആ പിന്നത്തിൽ ഞാൻ മേശരി പണിക്കാരനായി ആ കർത്താവിൻ്റെ ആ സന്നിധിയിൽ ഒരു ദൈവപൈലായി തീർന്ന ശേഷം ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതെ ഇന്ന് ആ മേശരിയായി തീർന്ന ശേഷമായിട്ട് 4 ആലയം, ഈ ആലയം കൂടി 4 ആലയം ദൈവത്തിന് വേണ്ടി പണിയുവാൻ എൻ്റെ കരങ്ങളെ ദൈവം ഉപയോഗിക്കുവാനിടയായി. മാത്രമല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ
ഞാൻ ദേവാലയത്തെ വെറുക്കുന്നവനും ദൈവത്തെ വെറുക്കുന്നവനും ദൈവത്തെ മാനിക്കാത്തവനുമായിരുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ അധികമായി ദൈവത്തെ മാനിപ്പാനും ദൈവത്തെ കണ്ടുമുട്ടുവാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അതിലുപരിയായി 29 വർഷങ്ങൾക്ക് മുമ്പായി ഒരു രാത്രിയിൽ എൻ്റെ സ്വന്തം വീട്ടിൽ വെച്ച് ഞാൻ മരിച്ചു പോയി എന്ന് എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും അറിഞ്ഞിട്ട് അവർ ഉടനെ വിളിയും കൂട്ടമായി ആൾക്കാർ വന്നു കൂടുന്ന ആ സമയം യഥാർത്ഥത്തിൽ എൻ്റെ ജീവൻ, എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരം വിട്ട് പോകുകയും ഒരു ദൂതൻ എന്നെ കൊണ്ടുപോയി ഒടുവിൽ അവസാനമായി എന്നെ കൊണ്ടുപോയി ഒരു കിളിവാതിൽ കൂടി അകത്ത് കടന്ന ശേഷം ദൂതൻ്റെ പിന്നാലെ പോയി എനിക്ക് പിന്നത്തെ പോകുമ്പോൾ ഭാവിയിൽ ഈ ഭൂമിയിൽ കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന അവൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ഭവനമുണ്ടെന്ന് വനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ അതെൻ്റെ കണ്ണാൽ കാണുവാൻ തക്കവണ്ണം ദൈവം ഭാഗ്യമൊരുക്കി. എന്നെ കൊണ്ടുപോകുന്ന ദൂതൻ ഓരോ ഭവനത്തിൻ്റെയും മുൻഭാഗത്ത് ഇങ്ങനെ നോക്കിപ്പോകുമ്പോൾ ഞാനും നോക്കിപ്പോകാനിടയായി. അവസാനമായി ആ ഒരു ഭവനത്തിൻ്റെ ആ വാതിലിൻ്റെ മുകളിൽ എൻ്റെ പേര് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വ്യക്തമായി ഞാനും എന്നെ ദൂതനെ കാണിക്കുവാനിടയായി. ദൂതനെ കണ്ട് എൻ്റെ മുഖത്തോട് ചിരിച്ച ദൂതനോട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേര് കണ്ടു. ആ പേര് ഞാൻ വായിച്ച് തീരും മുമ്പേ ദൂതൻ എന്നെ ആനയിക്കുവാണ്ട് ഉടനെ ഡോറ് തുറന്നു. ഞാൻ എൻ്റെ ഒരു കാലകത്ത് വെക്കുന്നതും ഞാൻ കണ്ണു തുറക്കുകയും എൻ്റെ വീട് മുഴുവനും നിറഞ്ഞ് ജനക്കൂട്ടം നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഇങ്ങനെയുള്ള മരണത്തിൽ നിന്ന് നീക്കുപോക്ക് തരുവാനും വിടിവിക്കുവാനും പ്രാപ്തനായ ഒരു കർത്താവ് സ്വർഗത്തിൽ ജീവിക്കുന്നുവെന്നും അവന് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവം വാസസ്ഥലം ഒരുക്കിയിരിക്കുന്നു എന്നും വ്യക്തമായി കണ്ടതുകൊണ്ട് എന്നെ ദൈവം പ്രത്യേകമായ ഒരു താലന്തുകൾ, കൃപകൾ, പ്രാർത്ഥനകൾ തന്ന് അനേർക്ക് വേണ്ടി ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇനി ദൈവത്തിൻ്റെ സേവ ചെയ്ത് ആ കർത്താവിനെ മാത്രം സേവിച്ചും സ്നേഹിച്ചും അവൻ എനിക്ക് ഒരുക്കിയിരിക്കുന്ന നമ്മുടെ ഈ ശരീരം, ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും മരിക്കും. എന്നാൽ മരണത്തിന് ശേഷം പിന്നെ ഒരു ന്യായവിധി ഉണ്ടെന്നും ദൈവത്തിൻ്റെ വനത്തിൽ ഉണ്ട്. ആ ന്യായവിധിക്ക് ശേഷം വിശുദ്ധന്മാർക്ക് ഒരുക്കുന്ന ഭവനത്തിൽ എനിക്ക് ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. ആ ഭവനത്തിൽ എത്തണമെന്നുള്ള താല്പര്യം മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. എന്നാൽ ഈ നാടുകളിൽ അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി, അനേകരുടേതായ പാപമോചനത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് ഇനിയും അധികമായി സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനകൾക്ക് വേണ്ടി, ജാതനകൾക്ക്, ആശുപത്രി കൈവിട്ടവർ, മന്ത്രവാദികൾ കൈവിട്ടവർ. ഞാനും ഒരു കാലഘട്ടത്തിൽ എൻ്റെ അമ്മയുടെ നേരെ മൂത്ത ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ടവൻ മന്ത്രവാദിയായിരുന്നു. ആ മന്ത്രവാദിയുടെ കൂടെ മന്ത്രവാദങ്ങൾക്ക് പോകുവാൻ ഇടയായിട്ടുണ്ട്. ആ കാലഘട്ടമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നാൽ അന്നൊക്കെ ആ കാലഘട്ടം ഞാൻ ദൈവമില്ലാത്തവനായി ജീവിച്ചു. എന്നാൽ ഇപ്പോൾ മന്ത്രവാദങ്ങളും മന്ത്രവാദികൾ ചെയ്യുന്ന ക്രിയകളൊക്കെയും യേശു അഴിക്കുന്നവനാണെന്ന് അനേക സംഭവങ്ങളിൽ കൂടി എനിക്കത് വെളിപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. അനേകരെ ദൈവം സൗഖ്യമാക്കുന്നുണ്ട്, അനേകരെ വിടിവിക്കുന്നുണ്ട്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അനേകർക്ക് വേണ്ടി ഇടിവ് നിൽക്കുമ്പോൾ, മധ്യം ചെയ്യുമ്പോൾ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയും കണ്ണുനീരും കേട്ട് അനേകരെ ഈ നാളുകളിൽ വിടിവിച്ചുകൊണ്ടേയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. എറണാകുളത്ത് ലാലി എന്ന ഒരു സഹോദരി അത് 6ാമത്തെ വർഷത്തിൽ തലമുറയില്ലാതെ ഭാരപ്പെട്ട് ഒടുവിൽ എറണാകുളം ഹോസ്പിറ്റലിൽ അമേരിക്കയിൽ നിന്ന് വന്ന ഡോക്ടർമാർ 20 യുവതികളെ ഇതുപോലെ തലമുറയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് നടത്തി അവരെ ലക്ഷങ്ങൾ മുടക്കുവാനിടയായി. എന്നാൽ ഈ ലാലിക്കോ കൂടെ നിന്ന് അനേകർക്ക് ലഭിക്കാതെ വന്നതായ ആ വിഷയത്തിൽ അവരുടെ കുടുംബജീവിതത്തിന് കോട്ടം സംഭവിച്ച് പിരിയും എന്നുള്ള മട്ടിലായപ്പോൾ എങ്ങനെയോ ഓരോ കാരണവശാൽ എൻ്റെ നമ്പർ അവർക്ക് കിട്ടുവാനും എന്നെ വിളിക്കുവാനും സംസാരിക്കുവാനും ദൈവം എൻ്റെ പ്രാർത്ഥനയിൽ കൂടി അനേക നന്മകൾ നൽകിയ അനുഭവങ്ങളെ, അനേക വിടുതൽ നൽകിയ അനുഭവങ്ങളെ ഫോണിൽ കൂടി അവർ സംസാരിക്കുമ്പോൾ അവർക്കത് വിശ്വാസം വന്നിട്ട് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്
അവർക്കിപ്പോൾ ആമേൻ 2 പെൺകുഞ്ഞുങ്ങളെ, സ്കൂളിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി കൊടുക്കുവാനിടയായി. ആ കുഞ്ഞുങ്ങൾ മുഖാന്തരമായിട്ട് അവർക്ക് ലഭിച്ചതിൻ്റെ പേരിൽ ഞങ്ങളുടെ ചർച്ചിലിരിക്കുന്ന മൈക്ക് സെറ്റ് അവർ തന്നതാണ്. ആമേൻ നേർച്ചയായിട്ട് അവർ ദാനമായി തരുവാനിടയായി. അങ്ങനെ തന്നെയാണ് എൻ്റെ മുൻകാല ജീവിതത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിപ്പായിട്ട് ഇപ്പോഴും ആമേൻ സ്തുതിക്കുന്നു. അതെ, വെള്ളടയ്ക്കപ്പുറം ആയിട്ട് ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എഞ്ചിനീയർ അറിയിക്കുന്ന പത്രോസ് സാറിൻ്റെ മകള് 10 വർഷം വരെ അനങ്ങാനോ ചലിക്കുവാനോ കഴിയാതെ ഒരേ കിടക്കയിലായിരുന്ന ആ പെൺകുട്ടിയെ, സോബി എന്ന പെൺകുട്ടിയെ പ്രാർത്ഥനയാൽ അവൾ എഴുന്നേറ്റ് കശാരയിലിരുന്ന് ഞങ്ങളോട് ആരാധിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. അതിനുശേഷമായി 3.5 വർഷക്കാലം വായ തുറക്കാതെ ഊമയായിരുന്ന ഒരു ആൺകുഞ്ഞിനെ ആ ദൈവം വിടിവിച്ച് അവനിന്ന് വിവാഹം കഴിഞ്ഞ് ദമ്പതികളായി ഇന്ന് സന്തോഷിക്കുന്നത് കാണുവാൻ ഇടയാകുന്നുണ്ട്. ഞാൻ ഈ കാലം ഈ സാക്ഷ്യത്തിൽ കൂടി, എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ കൂടി ഞാൻ പറയുന്നതും കർത്താവായ യേശുവിനെ സ്വീകരിക്കുക, അവൻ്റെ കൽപ്പന അനുസരിക്കുക, അവൻ്റെ ചട്ടങ്ങളെയും വിധികളെ പ്രമാണിക്കുക. അവനെ അറിയാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്നു മുതൽ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുവാനും ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുവാനും സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുവാനും സേവിക്കേണ്ടതുപോലെ സേവിക്കുവാനും ആര് തയ്യാറാകുന്നു ആ ദൈവം സകല വിഷയങ്ങൾക്കും സകല പ്രശ്നങ്ങൾക്കും മനുഷ്യൻ്റെ സകല വിടുതലിനും കാരണഭൂതനായ ദൈവമാണ്. ആ ദൈവം സ്വർഗത്തിൽ എന്നേക്കും ജീവിക്കുന്ന യേശു, അവൻ വീണ്ടും വരും എന്നും കൂടി ഞാൻ ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ യേശുവിനെ അറിയാത്തവരായി, കർത്താവിനെ സേവിക്കാത്തവരായി, സ്നേഹിക്കാത്തവരായി ആരും കേൾക്കുന്നെങ്കിൽ ഇന്നു മുതൽ ഈ എളിയ എൻ്റെ വാക്കുകളാൽ നിങ്ങളോട് ഞാൻ ആഹ്വാനം പറയുന്നു. ഈ കർത്താവിനെ സ്നേഹിപ്പാൻ, ഈ കർത്താവിനെ സേവിപ്പാൻ, ഈ കർത്താവിനെ സ്വന്തം സേവിപ്പാൻ ഒരുങ്ങുകയും. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി നല്ലവ ചെയ്യും, അനുഗ്രഹിക്കും, മാനിക്കും. അവൻ മരിച്ചു പോകുമെന്ന് പറയുന്നവരെ ഉയർപ്പിക്കുന്നവനാണ്. ദീർഘായുസില്ല എന്ന് പറയുന്നവരെ വിടിവിക്കുന്നവനാണ്. അടഞ്ഞുപോയ ഉറവകളെ തുറക്കുന്നവനാണ്. തലമുറയില്ലാത്തവർ തലമുറകളെ നൽകി അവൻ അനുഗ്രഹിക്കുന്നവനാണ് എന്നും ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി ഞങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സർവ്വ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.